الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തുൽ അംഫാലിലെ അവസാനത്തെ സൂക്തമായ 75-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا من بعد وهاجروا وجاهدوا معكم فأولئك منكم. فأولو الأرحام بعضهم أولى ببعض في كتاب الله. إن الله بكل شيء عليم. والذين آمنوا ഹിജ്റ പോയവരും മിൻ ബഅദു വല്ലദീന ആമനു മിൻ ബഅദു വഹാജറു അല്ലേ, വല്ലദീന ആമനു വിശ്വസിച്ചവർ, ഹിജ്റ പോവാന്നാണ് അർത്ഥം പറഞ്ഞല്ലേ. വല്ലദീന ആമനു വിശ്വസിച്ചവരും മിൻ ബഅദു ശേഷം, വഹാജറു ഹിജ്റ പോവുകയും, വജാഹദു മഅക്കും പിന്നെ നിങ്ങളുടെ കൂടെ ജിഹാദ് ചെയ്യുകയും സമരത്തിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ പോരാടുകയും ചെയ്തവർ, ഫഉലൈക മിൻകും അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്, അവർ നിങ്ങളിലുള്ളവരാണ്. വ ഉലുൽ അർഹാമി കുടുംബ ബന്ധമുള്ളവർ, വ ഉലുൽ അർഹാമി അല്ലെങ്കിൽ രക്തബന്ധമുള്ളവർ, ബഅലുഹും അവരിൽ ചിലർ, ഔലാ ബി ബഅലിൻ ചിലരോട് കൂടുതൽ അവകാശമുള്ളവരാണ്, അവർ പരസ്പരം കൂടുതൽ അവകാശമുള്ളവരാണ്. ഫി കിതാബില്ല അള്ളാഹുവിൻ്റെ നിയമത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വേദത്തിൽ. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ബി കുല്ലി ഷൈഇൻ അലീം എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു. ഒന്നുകൂടെ അർത്ഥം പറയാം. വല്ലദീന ആമനു മിൻ ബഅദു പിന്നീട് ശേഷം പിൽക്കാലത്ത് വിശ്വസിക്കുകയും, വഹാജറു ദേശത്യാഗം ചെയ്യുകയും സ്വദേശം വെടിയുകയും, വജാഹദു മഅക്കും നിങ്ങളുടെ കൂടെ പോരാടുകയും ചെയ്തവർ, ഫഉലൈക മിൻകും അവർ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. വ ഉലുൽ അർഹാമി ബഅലുഹും ഔലാ ബി ബഅലിൻ പരസ്പരം രക്തബന്ധമുള്ളവർ പരസ്പരം കൂടുതൽ അടുത്തവരാകുന്നു, അവകാശമുള്ളവരാകുന്നു. ഔലാ ബി ബഅലിൻ അവർ ബഅലുഹും ബി ബഅലിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം എന്നാണ് അർത്ഥം. പരസ്പരം കൂടുതൽ അവകാശമുള്ളവർ. ഫി കിതാബില്ലാഹ് അള്ളാഹുവിൻ്റെ കിതാബിൽ അങ്ങനെയാണ്. കിതാബ് എന്നുള്ളതിൻ്റെ അർത്ഥം വേദം എന്നർത്ഥമുണ്ട്, നിയമം. അള്ളാഹുവിൻ്റെ നിയമത്തിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വേദപ്രകാരം കാര്യങ്ങൾ അങ്ങനെയാണ്. ഇന്നല്ലാഹ ബി കുല്ലി ഷൈഇൻ അലീം അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ഇപ്പോൾ ഹിജ്റ, ജിഹാദ് രണ്ടാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത്. അല്ലദീന ആമനു മിൻ ബഅദു വിശ്വസിക്കുക, ശേഷം വിശ്വസിച്ചു, വഹാജറു വജാഹദു ഈമാന്, ഹിജ്റ, ജിഹാദ്. ഈ ഹിജ്റയും ജിഹാദും ഈമാനിൻ്റെ മാറ്റുരക്കുന്ന സംഗതികളാണ്. ഈമാനിൻ്റെ ദാർഢ്യം എത്രത്തോളമുണ്ടോ അത്രത്തോളമാണ് ജിഹാദ് ചെയ്യാനുള്ള ആവേശവും താല്പര്യവും ഉണ്ടാകുക. ഹിജ്റയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതാണ് ഒരു സൂചന ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വല്ലദീന ആമനു മിൻ ബഅദു വഹാജറു വജാഹദു മഅക്കും ഫഉലൈക മിൻകും പിൽക്കാലത്ത് വിശ്വസിക്കുകയും പിന്നെ ഹിജ്റ ചെയ്യുകയും ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവർ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു പ്രതീക്ഷയുമില്ലാത്ത സന്ദർഭത്തിൽ വിശ്വസിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു,
ഒരു ഖദീജ റളിയല്ലാഹു അൻഹ, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാന്മാരൊക്കെ അവർക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത എവിടേക്കാണ് ഇത് എത്തുക എന്ന് ഒരു പിടിപാടുമില്ല. അങ്ങനത്തെ സന്ദർഭത്തിലാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, മദീനയിലേക്ക് ഹിജ്റ പോകാൻ ആവശ്യപ്പെടുമ്പോൾ ഒട്ടും സംശയിക്കാതെ എന്തായിരിക്കും ഞങ്ങളുടെ ഭാവി, അങ്ങനെ ഒരു ആശങ്കയൊന്നും അവർക്കില്ല. അവർക്ക് ശ്രേഷ്ഠത ഉണ്ടല്ലോ. ആദ്യകാലത്ത് വിശ്വസിച്ചു, ഹിജ്റ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഹിജ്റ ചെയ്തു, യുദ്ധത്തിന് ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് ആദ്യകാല വിശ്വാസികൾ എന്ന് അസാബിഖൂന സാബിഖൂൻ പറഞ്ഞില്ലേ, മുൻകടന്ന് വന്നവർ, അവർ മുൻകടന്ന് വന്നവർ തന്നെ. അപ്പം അതാണ് വല്ലദീന ആമനു മിൻ ബഅദു. അപ്പം അങ്ങനെ ഒരു വിഭാഗം. എന്നാൽ പിന്നെ വിശ്വസിച്ചവരുണ്ടല്ലോ, പിന്നെ വിശ്വസിച്ചവരുണ്ട് മിൻ ബഅദൂന, ശേഷം. ഏതിനു ശേഷം? എന്തിനു ശേഷം? ബദർ യുദ്ധത്തിനു ശേഷം. ബദർ യുദ്ധത്തോടു കൂടി എന്തായി? മുസ്ലിമീങ്ങൾക്കൊരു ആത്മവിശ്വാസം കൈവന്നു. ആളുകൾ ഞങ്ങൾ കുറവാണെങ്കിലും ഞങ്ങളൊരു ശക്തിയാണ്, ഞങ്ങൾക്കൊന്ന് പൊരുതി നോക്കാനുള്ള കഴിവുണ്ട് എന്നൊരാത്മവിശ്വാസം. അതാണ് വല്ലദീന ആമനു മിൻ ബഅദു. പിൽക്കാലത്ത്, ബഅദു പറഞ്ഞ ശേഷം, പിൽക്കാലത്ത്. ചില പണ്ഡിതന്മാർ അതിനർത്ഥം കൊടുത്തത് ഹുദൈബിയ സന്ധിക്കു ശേഷം. ഹുദൈബിയ സന്ധിയോടുകൂടി എന്താ ഉണ്ടായത്? അതുവരെ ഇസ്ലാം സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ അടുത്ത 2 കൊല്ലം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. കാരണം എന്താണ്? സമാധാനപരമായിട്ട് അവർക്ക് ദഅവത്ത് നടത്താൻ പറ്റി. അപ്പോൾ അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചവർ എന്നൊരർത്ഥവും പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുണ്ട്. അതാണ് വല്ലദീന ആമനു മിൻ ബഅദു, പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവർ. വഹാജറു, ഹിജ്റക്ക് ആവശ്യം വന്നപ്പോൾ ഹിജ്റ ചെയ്യേണ്ട നിർദ്ദേശം കിട്ടിയപ്പോൾ അവർ സ്വദേശം വെടിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായിരിക്കെ മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചവരൊക്കെ മദീനയിലേക്ക് പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. വരാതെ ഇരുന്നവരെ പറ്റി ഇവിടെ പരാമർശമില്ല. ഇപ്പം ഹിജ്റ ചെയ്യുകയും വജാഹദു മഅക്കും, നിങ്ങളുടെ കൂടെ പൊരുതാൻ ഒരുങ്ങി പുറപ്പെടുകയും അല്ലെങ്കിൽ ജിഹാദ് ചെയ്യുകയും അധ്വാനിക്കുകയും യുദ്ധം ചെയ്യുകയും പൊരുതുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തവർ ഫൗലായിക മിൻകും, അത് നിങ്ങൾ മനസ്സിലാക്കണം, അവർ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അവരെ തരം താഴ്ത്തി കാണാൻ പാടില്ല, അവരെ മോശക്കാരായി കാണാൻ പാടില്ല. പിൽക്കാലത്താണ് ഇസ്ലാം സ്വീകരിച്ചതെന്നുള്ളത് കൊണ്ട് ഒരു പുതുവിശ്വാസികളൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ ഒരു പരിഹാസം. പുതുവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പുതുതായി ഇസ്ലാം സ്വീകരിച്ചവർ എന്നുള്ള അർത്ഥത്തിലൊക്കെ, പക്ഷെ ഒരു പരിഹാസം അത് പാടില്ല, അവരെ നിന്ദിക്കാൻ പാടില്ല. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നവർ അതിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഒരുപക്ഷെ പുതുതായി ഇസ്ലാം സ്വീകരിച്ച് വരുന്നവർ പാരമ്പര്യ മുസ്ലിമീങ്ങളെക്കാൾ നല്ല മെച്ചത്തിൽ ഈമാനിൻ്റെ കരുത്തോടു കൂടി ജീവിക്കുന്ന, രക്തസാക്ഷ്യം കൊതിക്കുന്ന, അങ്ങനെ രക്തസാക്ഷികൾ വരെ ആയ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പാരമ്പര്യം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്ത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുള്ള പാരമ്പര്യം നമ്മൾ പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, ഖദീജ റളിയല്ലാഹു അൻഹയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹയാണ്, ഉമർ ഖത്താബാണ്, അലി റളിയല്ലാഹു അൻഹു ആണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇതൊക്കെ മഹാന്മാർ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന പല ആൾക്കാർ നമ്മളെക്കാൾ ആരാധനകളിൽ നിഷ്ഠയുള്ളണ്ടല്ലോ, കാര്യങ്ങൾ അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ നമ്മളിൽ പെട്ടവരാണെന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്ന ഉലായിക മിൻകും, അവരും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്. അവർ പിൽക്കാലത്ത് വന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അവരെ അവഗണിക്കാൻ പാടില്ല, അവരെ നിന്ദിക്കാൻ പാടില്ല, അവരെ രണ്ടാംകിട പൗരന്മാരായി കാണാൻ പാടില്ല. അവരും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണെന്ന്. വല്ലദീന ആമനു മിൻ ബഅദു ആണ് പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവർ. വഹാജറു, ഹിജ്റ ചെയ്യുകയും വജാഹദു, ജിഹാദ് ചെയ്യുകയും മഅക്കും, നിങ്ങളുടെ കൂടെ. ഫൗലായിക മിൻകും, അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പിന്നെ പറയുന്ന വർത്തമാനം എന്താണ്? ഉലുൽ അർഹാം. അതൊക്കെ ശരിയാണ്. പക്ഷെ അതോടൊപ്പം ഇനി മുതൽക്ക് ഇപ്പോൾ ഈ എത്രത്തോളം എന്ന് വെച്ചാൽ മുഹാജിറുകളും അൻസാറുകളും അനന്തരാവകാശം വരെ പരസ്പരം കൈമാറിയിരുന്നു. വ്യവസ്ഥാപിതമായ അനന്തരാവകാശ നിയമമൊന്നുമില്ലെങ്കിൽ പോലും മുഹാജിറുകൾ, അൻസാറുകൾ മരിച്ചാൽ അതിലൊരു ഓഹരി മുഹാജിറായിട്ടുള്ള തൻ്റെ സഹോദരന് കിട്ടുമായിരുന്നു. അത്രത്തോളം ചേർന്ന് നിന്ന
അപ്പോൾ അല്ലാഹു തആല ഇനി അതിൻ്റെ ആവശ്യമില്ല, തിരുത്തുകയാണ്. ഇപ്പം മുഹാജിറുകൾ ഏകദേശം സ്വയം പര്യാപ്തിയിലെത്തി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. മദീനയിൽ ചെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? എനിക്ക് ആരുടെയും സഹായം വേണ്ടി, എനിക്ക് മദീനയിലെ ചന്ത എവിടെ കാണിച്ചു തന്നാൽ അത് ഞാൻ കച്ചവടം ചെയ്തോളാം. അദ്ദേഹം ചെറുകിട കച്ചവടം തുടങ്ങി. അങ്ങനെ പിന്നെയും വലിയ ധനാഠ്യനായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹാന്മാർ പിൽക്കാലത്ത് വലിയ സമ്പന്നരായി മാറുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പം ഇവിടെ ഉലുൽ അർഹാം, റഹ്മ് എന്ന വാക്കിനർത്ഥം ഗർഭപാത്രം എന്നാണ് ഭാഷാർത്ഥം. പ്രയോഗാർത്ഥം കുടുംബബന്ധം എന്ന, രക്തബന്ധം എന്ന റഹ്മ്. സൂറത്തു നിസാ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് ഉത്തഖൂ റബ്ബക്കും ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ വത്തഖുല്ലാഹ അല്ലദീ വൽ അർഹാമ. അള്ളാഹിനെ സൂക്ഷിക്കണം, കുടുംബബന്ധവും പാലിക്കണം എന്നതിൻ്റെ അർത്ഥം ആണ് റഹ്മ്. ആ വാക്കന്നെ ഉലുൽ അർഹാം, കുടുംബബന്ധമുള്ളവർ. അപ്പോൾ അല്ലാഹു തആല ആദർശബന്ധം, കുടുംബബന്ധം, അങ്ങനെ രണ്ട് ബന്ധങ്ങളുണ്ടല്ലോ. ആദർശബന്ധം, കുടുംബബന്ധം. ആദർശബന്ധത്തിലുള്ളവർക്ക് അനന്തരാവകാശം നൽകിയിരുന്നു. ഇപ്പോൾ അല്ലാഹു തആല പറയുന്നത് ഉലുൽ അർഹാം, കുടുംബബന്ധമുള്ളവർ. അവർക്ക് ആദർശബന്ധം കൂടിയുണ്ട്. അവർക്ക് ആദർശബന്ധമുണ്ട്, കുടുംബബന്ധമുണ്ട്. അപ്പോൾ ഇനി അവർ തമ്മിൽ ആദർശബന്ധത്തിൻ്റെ പേരിൽ അനന്തരാവകാശ നിയമങ്ങൾ പരസ്പരം എടുക്കേണ്ടതില്ല. കുടുംബബന്ധമാണ് കൂടുതൽ അർഹതയും അവകാശവുമുള്ളവർ. അതാണ് ഇവിടെ സൂചിപ്പിച്ച പോലും. ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലും ഇതിൻ്റെ വിശദീകരണങ്ങളിലും ഇത് സംബന്ധമായ ഉദ്ധരണികളിലും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉലുൽ അർഹാമി, കുടുംബബന്ധമുള്ളവർ, ബഅലുഹും, അവരിൽ ചിലർ, ഔലാ, കൂടുതൽ അവകാശമുള്ളവരാണ്, കൂടുതൽ അർഹതയുള്ളവരാണ്, ബി ബഅലിൻ, ചിലരോട്. ഔലാ ബി ബഅലിൻ, ബഅലുഹും ഔലാ ബി ബഅലിൻ എന്ന പരസ്പരം കൂടുതൽ അവകാശമുള്ളവരാണ്. ഫി കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ നിയമപ്രകാരം. ഇത് സൂറത്തു അഹ്സാബിലും അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തു അഹ്സാബിലെ 6-ാമത്തെ ആയത്തിലെ കാര്യം ഏകദേശം ഇതേ വാചകങ്ങളോട് കൂടി അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണുള്ളത്? ആദർശബന്ധത്തിനല്ല അനന്തരാവകാശം, കുടുംബബന്ധത്തിനാണ്. കുടുംബബന്ധത്തിൽ തന്നെ മുഅ്മിനും മുസ്ലിമുമാകണം, അല്ലേ? മുഅ്മിനും മുസ്ലിമും അല്ലാതെ അനന്തരാവകാശം ഉണ്ടോ? ഇല്ല. മകൻ മുസ്ലിമായി, പാപ്പ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പം മകൻ്റെ അനന്തരാവകാശ സ്വത്തിൽ പാക്കുണ്ടാവില്ല, നേരെ മറിച്ചും ഉണ്ടാവില്ല. ഇത് ഇസ്ലാമിൻ്റെ ഒരു ആദർശം. ഇത് അംഗീകരിക്കാത്തവരൊക്കെ ഉണ്ട്. ഇസ്ലാമിൻ്റെ നിയമമാണ്, അള്ളാഹിൻ്റെ നിയമമാണ്. അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയും. അതേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഉലുൽ അർഹാമി, രക്തബന്ധമുള്ളവർ, ബഅലുഹും ഔലാ ബി ബഅലിൻ ഫീ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ നിയമപ്രകാരം അവർ പരസ്പരം കൂടുതൽ അവകാശമുള്ളവരാണ്. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹുവാണ്. ഈ നിയമങ്ങളുടെ പൊരുളറിയുന്നവൻ, ഈ നിയമങ്ങളുടെ ഹിക്മത്ത്, യുക്തി അറിയുന്നവനൊക്കെ അള്ളാഹുയാണ്. നമുക്കതിന് അള്ളാഹു അതിൽ ഉദ്ദേശിച്ചിട്ടുള്ള നന്മകൾ, സാമൂഹ്യക്ഷേമം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പല നിയമവും അങ്ങനെ ഉണ്ടല്ലോ. ഒരുപക്ഷെ അള്ളാഹ് നിയമം തന്നു, എന്തുകൊണ്ട് ഇങ്ങനെ, അങ്ങനെ നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ പിടുത്തം കിട്ടില്ല. അള്ളാഹുവിനറിയാം അത് ജനങ്ങൾക്ക് ഗുണമായിരിക്കും. അതുകൊണ്ട് ആ ഗുണമുള്ളത് നമുക്ക് നൽകി. ആ ഗുണം എന്താണെന്ന് കണ്ടെത്തുന്നിടത്ത് നമ്മുടെ അറിവിന് പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കില്ലേ അതിനെ സംബന്ധിച്ച് പറ്റും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്ക് സൂറത്തുൽ അംഫാൽ 8-ാമത്തെ സൂറ അല്ലേ, മാഷാ അല്ലാഹ്, 8 സൂറ മുഴുവനാക്കാൻ 10 ജുസുക്കിനടുത്ത് അർത്ഥം പറയാൻ നമ്മൾക്ക് ഈ പള്ളിയിൽ വെച്ചിട്ട് മാഷാ അല്ലാഹ്, അല്ലാഹ് തന്ന അനുഗ്രഹമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരണോ വേണ്ടേ നോക്കട്ടെ. നമുക്ക് നാളെ ഒന്ന് ആലോചിച്ചിട്ട് എല്ലാവരെയും അഭിപ്രായം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാളെ ചർച്ച നടത്താം. നമുക്ക് ഇതിൻ്റെ ഗുണവും ഇതിൻ്റെ ദോഷവും ഇത് തുടരേണ്ടതിൻ്റെ ആവശ്യകതയും എന്നൊക്കെ ഞാൻ പറയട്ടെ. തുടരേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഹൈദരാലിക്കൊക്കെ ചിലപ്പോൾ ഒരു മടുപ്പുണ്ടാവും. അവന് കട്ടൻ ചായ കുടിച്ചാൽ പോകാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ബാക്കി പറയാം. ഇവിടെ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് കൂടുതൽ ഖുർആൻ പഠിക്കാൻ അല്ലാഹു തആല അവസരം നൽകി നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹിൻ്റെ കലാമിൻ്റെ കൂടെ കുറച്ചു നേരം ചിലവഴിക്കുക. അത് നമുക്ക് പരലോകത്തൊരു മുതൽക്കൂട്ടായിരിക്കും. അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഖബർ തുറന്ന് പുറത്ത് വരിക. ആരാണ് ഖിയാമത്തിൻ്റെ അന്ന് ആദ്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം ഖബറിന് പുറത്തിറങ്ങുക. പിന്നെ ആരാ പുറത്തിറങ്ങുക? പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
പിന്നെ ആരാ പുറത്തിറങ്ങിയാൽ പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ ആരാ പുറത്തിറങ്ങിയാൽ പിന്നെ ജന്നത്തുൽ ബഖീലുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞതാണ്. പിന്നെ ജന്നത്തുൽ ബഖീഉൽ ഗർഖദ് അവിടെയുള്ളവർ വന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും വന്ന് നിൽക്കും. അവരൊക്കെയാണ് ആദ്യം ഖബറിന് പുറത്തിറങ്ങിയത്. സുബ്ഹാനല്ലാഹ്. അവർക്ക് റസൂലിൻ്റെ കൂടെ, നമ്മളുടെ കൂടെ, നമ്മളും ഖബറിന് ഇങ്ങോട്ട് വിളി കേൾക്കുമ്പോൾ നമ്മളും കൊണ്ട് ഇറങ്ങി പുറപ്പെടും. ആരാ നമ്മളെ കൂടെ ഉണ്ടാകുക? ഖുർആൻ. നമ്മളെ കാത്തു സുന്ദരനായ ഒരാളെ പോലെ അങ്ങനെ നിൽക്കുന്ന ഖുർആൻ ഉൾക്കൊണ്ട ആൾക്ക്. അപ്പോൾ എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന അറിയോ, പേടിച്ച് അള്ളാഹിൻ്റെ അടുക്കലേക്ക് ഓടുകയാണ്. ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫൈദാഹു മിനൽ അജ്ദാഹി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അതാണ് ആ സന്ദർഭത്തിൽ ഖുർആൻ ഒരു മനുഷ്യരൂപം കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കും. എന്നെ അറിയോ? ഇല്ല, ഞാൻ ഖുർആനാണ് എനിക്ക് വേണ്ടി ശുപാർശ പറയാൻ. സുബ്ഹാനല്ലാഹ്. ആ രംഗം ആലോചിച്ച് നോക്കി. ആരുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ നമ്മളെ സഹായിക്കാൻ ഒരാൾ വരിക, അത് ഖുർആനാവുക. അതാണ് നമ്മളെ ഉദ്ദേശം കേട്ടോ. ആ ഉദ്ദേശം മനസ്സിൽ വെച്ചാൽ നമുക്ക് മടുപ്പുണ്ടാവില്ല. ഖുർആനോട് ഇഷ്ടേ വരുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാം. ഞങ്ങൾക്ക് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.